സംസ്ഥാനം ഒരു ഹെൽത്ത് ഹബ്ബ് എന്നുള്ളൊരു പേര് കിട്ടണമെങ്കിൽ പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കണം എന്നുള്ളൊരവസ്ഥ, അതിലേക്കൊക്കെ വരാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ കേരളത്തിൽ ഹെൽത്ത് ഹബ് ആവാനുള്ള പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ ഹെൽത്ത് ഹബ്ബ് എന്ന് പറയാനുള്ള ഒരു ആയിട്ടില്ല. ബേസിക്കലി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും മെഡിക്കൽ ഫെസിലിറ്റീസ് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൻസർ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ ഫെസിലിറ്റി നമ്മുടെ കേരളീയർ എല്ലാവർക്കും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിൻ്റെ അകത്തൊരു 30% ജനങ്ങൾക്ക് ഈ ടോപ്പ് ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് അവൈൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി 70% സബ്സ്റ്റാൻഡേർഡ് ലോ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് തുടർന്ന് പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കേരളത്തിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു ഹെൽത്ത് ഹബ് ആണെങ്കിൽ അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ആ ഹൈ ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആക്സസ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്കതൊരു ഹെൽത്ത് ഹബ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 10-20 വർഷം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് വലിയ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി എപ്പോഴും വിദേശത്ത് പോകുന്ന ഒരു പ്രവണതയായിരുന്നു. ഇപ്പം വളരെ കുറച്ച് പേര് എന്ന് വെച്ചാൽ അവരൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് മാത്രം പോകുന്നവർ മാത്രമേ ഉള്ളൂ. പക്ഷേ മജൂരി ആൾക്കാർ ഇവിടെ തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കാരണം ഇറ്റ് ഈസ് അവൈലബിൾ. ഇനിയുള്ള ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജനങ്ങൾക്കും ഈ ഫെസിലിറ്റി എല്ലാവർക്കും അവൈൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു പുരോഗതി ഡെവലപ്പ് കൺട്രീസിൽ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചല്ല ഹെൽത്ത് കൊടുക്കേണ്ടത്. അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഫ്രീ ഹെൽത്ത്, ഫ്രീ എഡ്യൂക്കേഷൻ, ഇതായിരിക്കണം ഒരു ഡെവലപ്പ് കൺട്രിയുടെ ഒരു രീതി. അതിലേക്ക് നമ്മൾ കേരളം എന്ന് വരുന്നോ അന്ന് നമ്മൾ കേരള ഒരു ഹെൽത്ത് ഹബ്ബ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലെ ഇപ്പം ഏറ്റവും നല്ല ഹെൽത്ത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി കേരളമാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി സാധാരണ ആൾക്കാർക്കും കൂടി അത് എത്താനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം.